തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവ് കൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 63ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. തൃശൂർ പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രദർശനമായിരുന്നു ആദ്യം സംഘടിപ്പിച്ചിരുന്നതെങ്കിലും സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുക്കുകയായിരുന്നു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് പൂരത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരപ്രദർശനം അതാത് കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾക്ക് വിജയകരമായി തന്നെ നടത്തുവാൻ കഴിഞ്ഞു. മുൻകാലങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകൾ സജ്ജമായി കഴിഞ്ഞു. 70-ലധികം പവലിയനുകളാണ് പ്രദർശന നഗരിയിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാരണമാണ് സർക്കാർ പവലിയനുകൾ വരാൻ വൈകിയതെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ പ്രദർശന നഗരിയിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നും സന്ദർശകർക്കായി കൾച്ചറൽ പരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് M. ജയചന്ദ്രനും സെക്രട്ടറി K. ദിലീപ് കുമാറും പറഞ്ഞു. 180ഓളം കമേഴ്സ്യൽ സ്റ്റാളുകളും പിന്നെ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി കോളേജ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ISRO അങ്ങനെയുള്ള പവലിയനുകളെല്ലാം ഇപ്പോൾ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പൂർണ്ണ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള സ്റ്റാളുകളെല്ലാം പ്രവർത്തനം. ലോകത്തുള്ള എല്ലാ മലയാളികളെയും അട്രാക്ട് ചെയ്യാൻ പാകത്തിൽ തൃശൂർ പൂരം കെട്ടിപ്പടുക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികപരമായ അടിത്തറ എന്ന് പറയുന്നത് തൃശൂർ പൂരം എക്സിബിഷനാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. റോബോട്ടിക്സ് ആനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള നിരവധി വിനോദ ഉപാധികളും കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റ് നിരക്ക് 50 രൂപയും പൂരത്തിന്റെ 3 ദിവസം 60 രൂപയുമാണ് നിരക്ക്. പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി ദിവസവും വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതോടെ പ്രദർശന നഗരിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. TCV തൃശൂർ.